കേരളം നെഞ്ചോട് ചേർത്ത് പകർന്നു നൽകിയ സ്നേഹം ആവോളം ഏറ്റുവാങ്ങി കുഞ്ഞ് നിധി ഇന്ന് പോവുകയാണ്. ജാർഖണ്ഡിലേക്കാണ് കുഞ്ഞ് പോകുന്നത്. കുഞ്ഞ് സുഖമായി തന്നെ ഇരിക്കുന്നു. കഴിഞ്ഞ ജനുവരി 29-നാണ് ഈ കുഞ്ഞ് പിറന്നത്. ജാർഖണ്ഡ് സ്വദേശികളുടേതായിരുന്നു കുഞ്ഞ്. ജില്ലാ ആശുപത്രിയിലായിരുന്നു. അതിനുശേഷം പൂർണ്ണ വളർച്ച എത്താത്തതിനാൽ ഈ കുഞ്ഞിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പക്ഷേ അവിടെ വെച്ച് കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. തുടർന്ന് ഈ കുഞ്ഞിൻ്റെ ചികിത്സ ആരോഗ്യമന്ത്രി അടക്കം ഇടപെട്ടുകൊണ്ട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. അതിനുശേഷം സർക്കാർ ഈ കുഞ്ഞിനെ ഏറ്റെടുക്കുകയായിരുന്നു. പേരും നൽകി നിധിയെന്ന്. അതിനുശേഷം കുഞ്ഞിനെ സംരക്ഷിച്ചു വരികയായിരുന്നു CWC. ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ നമുക്കൊപ്പം ചേരുകയാണ്. കുഞ്ഞ് ഇന്ന് പോവുകയാണ്. നമ്മുടെ കാക്കനാട് CWC നമുക്ക് നിർദ്ദേശം തന്നിരുന്നു കുട്ടിയെ അവളുടെ സംസ്കാരത്തിലും അവളുടെ ഭാഷയുമുള്ള അവളുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചയക്കണമെന്ന്. അത് പ്രകാരം ഇന്ന് നമ്മൾ കുട്ടിയെ കൊണ്ട് എസ്കോർട്ടോടുകൂടി കുട്ടിയെ കൊണ്ടുപോവുകയാണ്. അവിടുത്തെ ജാർഖണ്ഡ് CWCക്ക് കുഞ്ഞിനെ കൈമാറുകയാണ്. ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾ ഇപ്പോൾ കുഞ്ഞിനെ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് പൂർണ്ണ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് CWCക്ക് കൊടുക്കുന്നത് അവരുടെ അപേക്ഷ. അതെ അവർ സമയ പശ്ചാത്തലമൊക്കെ നമ്മൾ എടുത്തിരുന്നു. അതിൽ നല്ല റിപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ CWCക്ക് കൈമാറുന്നത്. ഇത്രയും നാൾ ഈ കുഞ്ഞുനിധിയെ നമ്മൾ നോക്കി പിരിയുമ്പോൾ ഒരു സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടോ? തീർച്ചയായും ഞങ്ങളുടെ സ്വത്തായിട്ട് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കിയിരിക്കുന്നത്. പക്ഷെ അവളുടെ ഉത്തമ താല്പര്യം എന്നൊരു ഫാക്ടർ പരിഗണിക്കുമ്പോൾ അവളുടെ നാട്ടിൽ വളരുന്നതായിരിക്കും അവളുടെ ഭാവിക്ക് നല്ലത് എന്ന് കരുതിയിട്ട് CWC ഉത്തരവിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രായത്തിൽ വരുന്നത്. വലിയൊരു മാതൃകാപരമായ നീക്കമാണെന്ന് നമ്മൾ നടത്തിയത്. ഈ കുഞ്ഞിനെ ഏറ്റെടുക്കുന്ന മാതാപിതാക്കൾ ഉപേക്ഷിച്ച് പോകുമ്പോൾ കുഞ്ഞിന്റെ ഒരു രീതിയൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ അവളുടെ? ഇപ്പോൾ ഏകദേശം 6 മാസത്തോളമായി. വെയിറ്റ് ഒക്കെ ഗെയിൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാം നോർമലായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് അവൾ മുന്നോട്ട് പോകുന്നത്. 2 കുട്ടികളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഒരു കുട്ടി നമ്മുടെ നിധി, അതിനോടൊപ്പം ഒരു ടീമും പോലീസും വനിതാ ശിശു വികസന വകുപ്പിലെ ഉദ്യോഗസ്ഥരും പോകുന്നുണ്ട്. വേറൊരു കുട്ടി കൂടിയുണ്ട്. അവരുടെ കൂടിയും വനിതാ ശിശു വികസന ഉദ്യോഗസ്ഥരും പോലീസും SAP ജൂനിയർ ജസ്റ്റിസ് പോലീസും ഇതിനോടൊപ്പം അനുഗമിക്കുന്നുണ്ട്. ഏറെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. ഒപ്പം അല്പം ദുഃഖമുണ്ട്. കാരണം മരണത്തിലേക്ക് പോയ കുഞ്ഞിനെയാണ് നമ്മൾ കേരളം വീണ്ടെടുത്തത്. അതിലേറെ അഭിമാനം തോന്നുന്നു. ഒപ്പം വിട്ടുകൊടുക്കണമല്ലോ. കാരണം നമുക്കറിയാം ഓരോ കുഞ്ഞും വളരുന്നത് അവരുടെ കൾച്ചർ വളരുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ജാർഖണ്ഡിലേക്ക് പറഞ്ഞത്. ധൻബാദ് എക്സ്പ്രസിലാണ് യാത്ര തിരിക്കുക. ട്രെയിനിൽ അവിടെ വരെയും കുഞ്ഞിനെ ആയിട്ട് ഈ സംഘം പോവുകയും ചെയ്യും. എന്തായാലും ആ ഘട്ടത്തിൽ വലിയൊരു നീക്കമായിരുന്നു സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ നടത്തുകയും ആ കുഞ്ഞിനെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. നേരത്തെ ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്കെതിരെ പോലീസ് നടപടിയൊക്കെ എടുത്തിരുന്നു. അതിനുശേഷം പിന്നീട് ഇപ്പോൾ അവർ ആ കുഞ്ഞിനെ ഏറ്റെടുക്കും എന്നതാണ് പറയുന്നത്. അവർ നേരത്തെ കോട്ടയത്ത് ജോലി ചെയ്യുകയായിരുന്നു ഈ മാതാപിതാക്കൾ, ജാർഖണ്ഡ് സ്വദേശികളായിട്ടുള്ള. എന്തായാലും ഇപ്പോൾ കുഞ്ഞുനിധി ഇപ്പോൾ ഇന്ന് യാത്രയാവുകയാണ് ജാർഖണ്ഡിലേക്ക്. ക്യാമറമാൻ ജോയ് CR-നൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.